സിനിമ കണ്ടു. ഞാനിത് OTTയിൽ ഇറങ്ങിയപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ആക്ഷൻ സീക്വൻസ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോയ, എന്നാലും ക്ലൈമാക്സ് കുറച്ചും കൂടി അവർക്ക് ഹൈലേക്ക് എത്തായിരുന്നു. സോ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഈ പടത്തിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് ആക്ഷൻ സീക്വൻസ് ഞാൻ പറയാം. എന്ന് പറയുകയാണെങ്കിൽ മറ്റേ വീട്ടിൽ ചന്തുവിനെ കൊല്ലാൻ വരുമ്പോൾ അവർ വന്ന് അടിക്കണതും ബാലു വന്ന് അടിക്കണതും, ബാലു എന്ന് പറയുന്ന ഉപ്പുമുളകിലാണ്. ശരിക്കുള്ള പേര് എനിക്കറിയില്ല. കൃഷ്ണനാണ് ഇതിനകത്ത് നായകൻ. എൻ്റെ പടങ്ങൾ ഞാൻ ചേട്ടൻ്റെ പടങ്ങൾ കണ്ടിട്ടുണ്ട്. കട്ടപ്പനയിലെ ഋതിക് റോഷനൊക്കെ ചേട്ടൻ്റെ പടമാണ്. വെടിക്കെട്ട് ആ ചേട്ടൻ്റെ പടമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ആക്ഷൻ സീക്വൻസ് കുറച്ചും കൂടി ബെറ്റർ ആക്കുമായിരുന്നു. അതിപ്പോൾ അടുത്ത പ്രാവശ്യം അങ്ങനെ ശരിയാക്കിയാൽ മതി. കുഴപ്പമൊന്നുമില്ല. ഇത് ഇതും ഡയറക്റ്റ് ചെയ്തതും ശ്രീജിത്ത് വിജയനാണ്. ആക്ഷൻ ഡയറക്ടർ പീറ്റർ ഹേനാണ്. കുഴപ്പമില്ലായിരുന്നു. ഇതിനകത്തൊരു മ്യൂസിക് പാടിയിരിക്കുന്നത് ഡബ്സിയാണ്. ജോണി ആൻ്റണിയൊക്കെ ഉണ്ട് കേട്ടോ. ജോണി ആൻ്റണി കുറച്ച് പേരൊക്കെ ഉണ്ട്. IM വിജയൻ, അങ്ങനെ കുറച്ച് പേര്. പിന്നെ ലൈന അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട് പടത്തിൽ. കുഴപ്പമില്ല. ഡോളി ചന്തു നല്ല കുഴപ്പമില്ലാതും നല്ല മേക്കിംഗ് ഒക്കെ ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് ബേസിക്കലി അതാണ് ഫീൽ ചെയ്തത്. പിന്നെ അമരൻ കണ്ടിരിക്കുകയാണ്. അമരനും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ പിക്ചറാണ്. അപ്പോൾ അതിൻ്റെ പിക്ചർ ഇതിലാണ് സോണി പിക്ചേഴ്സ്. കിട്ടില്ല വിഷ്വൽസ്. പിന്നെ എന്ന് പറയുകയാണെങ്കിൽ ഇത് രാജ്കുമാർ പ്രിയസ്വാമിയുടെ സിനിമയാണ്. ഇതിനകത്ത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് GV പ്രകാശ് കുമാറാണ്. കുഴപ്പമില്ലാത്ത മ്യൂസിക്കായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോറും BGM ഒക്കെ കുഴപ്പമില്ലാതായിരുന്നു. പിന്നെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ശിവകാർത്തികേയൻ, സായ് പല്ലവി, രാഹുൽ ബോസ്, അങ്ങനെ കുറേ പേരുണ്ട്. പടം മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം നിങ്ങൾ. ഇപ്പോൾ ഈ പടം OTTയിലുണ്ട്. ഏത് പ്ലാറ്റ്ഫോമിലാണെന്ന് എനിക്കറിയില്ല, സത്യത്തിൽ കാര്യമായിട്ട് അറിയില്ല. ഇത് OTT റിലീസായിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ വരുന്ന മസ്റ്റ് വാച്ച് സിനിമയാണ് അമരൻ. കാരണം ഇതിനകത്ത് വിഷ്വൽസ് പൊളിയായിരുന്നു. ഒന്നും പറയാനില്ല. വിഷ്വൽസിൻ്റെ കാര്യം ഒന്നും പറയാനില്ല. സോണി പിക്ചേഴ്സ് കിട്ടില്ലായിട്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മറന്നു. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന കമൽഹാസൻ സോണി പിക്ചേഴ്സും കൂടി. അത് ഭയങ്കര ഇമോഷൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ കാണുമ്പോൾ ഭയങ്കര ഇമോഷണലായി കരഞ്ഞു. ചില സീൻസൊക്കെ കണ്ടാൽ നമ്മൾ കരഞ്ഞു. എന്തായാലും നമ്മുടെ ഒരു ആർമിക്കാരൻ നമ്മൾ ഇന്ത്യൻസ് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കും. ഒരു ബിഗ് സല്യൂട്ട് കേട്ടോ. കാരണം നല്ല സിനിമ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു. എനിക്കിത് ഈ പടം ദീപാവലി മാത്രമാണ് എല്ലാവരും പോയി കാണുന്നുണ്ട്. കാരണം എല്ലാവരും പോയി കാണുന്നതല്ല, ഇതിപ്പോൾ OTTയിൽ ഇറങ്ങിയാൽ പോലും നിങ്ങൾ കാണുന്ന ഈ സിനിമ. എസ്പെഷ്യലി
fantastic movie which I had ever seen in this Tamil cinema. തമിഴ് സിനിമയിൽ ഇപ്പോൾ ലിയോ ഉണ്ടായാലും ഗോട്ടോ ഉണ്ടായാലും ആ ലെവലിലിരിക്കുന്ന ഒരു സിനിമ. ഇത് മസ്റ്റ് വാച്ചായിട്ട് നിങ്ങൾ കാണുന്ന കേട്ടോ. അത്രയ്ക്ക് ഇമോഷൻസും കിട്ടില്ല ആയിട്ടുള്ള മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ ഉൾപ്പെടുത്തിയൊരു സിനിമയാണ്. നിങ്ങൾ ഉറപ്പായിട്ടും അത് കാണണം. മസ്റ്റ് വാച്ചാണ്. OTT റിലീസായിട്ടുണ്ട്. ഏത് പ്ലാറ്റ്ഫോമാണെന്ന് അറിയില്ല. OTT റിലീസായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ബഗീര എന്ന് പറയുന്ന സിനിമ OTT റിലീസായിട്ടുണ്ട്. പ്രശാന്ത് നീലാണ് സിനിമ. ഈ പടം ഹിറ്റായെന്ന് തോന്നുന്നു. ബഗീര ഏകദേശം ഒരു 50-55 ഹിറ്റായെന്നാണ്. അമരൻ 304 കോടി വേൾഡ് വൈഡ് കളക്ഷൻ നേടി. ബ്ലോക്ക് ബസ്റ്റർ അടിച്ചു. പിന്നെ ഇനി ലക്കി ഭാസ്കർ OTT റിലീസ് ചെയ്യാനുണ്ട്. ഇവിടെ ഞങ്ങളല്ല ഇവിടത്തെ തിയേറ്ററിൽ ഇതാണ് ഓടുന്നത്. ഞങ്ങളുടെ നാട്ടിലത്തെ തിയേറ്ററിൽ ഇതാണ് ഓടുന്നത്. എൻ്റെ തിയേറ്ററിനല്ല ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ നാട്ടിലത്തെ തിയേറ്ററിൽ ഇതാണ് ഓടുന്നത്, മണിമൂസിൽ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ശരിയാണ്. ഇനി ഇടാനുള്ളതെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് കണ്ണു കാണാൻ പോകാൻ പറ്റിയില്ല കേട്ടോ. ഇതായിട്ടാണ് പണം നിൽക്കണേ. എനിക്ക് കണ്ണു കാണാൻ പോകാൻ പറ്റില്ല. കുറച്ച് ഇഷ്യൂസ് കുറച്ച് അല്ല, എനിക്ക് കാണാൻ പോകാൻ പറ്റിയില്ല. എനിക്ക് അന്ന് പരീക്ഷയൊക്കെ ആയിരുന്നു, അതുകൊണ്ട് കാണാൻ പോകാൻ പറ്റിയില്ല. പുഷ്പ 2 ഉറപ്പായിട്ടും ഞാൻ കാണാൻ പോകും. ഹലോ ഒന്നും എനിക്ക് കാണാൻ പോകാൻ പറ്റിയില്ല. എന്തായാലും അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ശരി എന്നാൽ.